അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. മനുഷ്യൻ്റെ അനുസരണയും ഇബാദത്തും മലക്കുകളുടേതിനേക്കാൾ ഒരു കാരണം കൊണ്ടും ശ്രേഷ്ഠമായതാണ്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. അതായത് മനുഷ്യൻ്റെ ഇബാദത്ത് അദൃശ്യമായതിൽ വിശ്വസിച്ചും മലക്കുകളുടേത് പരലോകത്തെ കണ്ടുകൊണ്ടുമാണ്. മനുഷ്യൻ്റെ ഈ അവസ്ഥയെ പറ്റിയാണ് അവർ സ്വർഗവും നരകവും കണ്ടിരുന്നുവെങ്കിൽ അവരുടെ നില എന്താകുമായിരിക്കും എന്ന അള്ളാഹുവിൻ്റെ വചനത്തിലുള്ള സൂചന. അതായത് ഈ ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കൂട്ടം മലക്കുകളുണ്ട്. അവർ ഈ ദിക്റ് ചൊല്ലുന്ന മജ്‌ലിസുകൾ അന്വേഷിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ ഒരു ഭാഗത്ത് കുറേ ആളുകൾ ഇങ്ങനെ ദിക്റ് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അവരവിടെ പോയിരിക്കും. എന്നിട്ട് ദിക്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ അവർ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെയാണ് ഇതുവരെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇങ്ങനെ ഒരു ദിക്റിൻ്റെ മജ്‌ലിസ് കണ്ടെത്തി, എന്നിട്ട് ഞങ്ങൾ അവിടെ കൂടെ ഇരുന്നു എന്ന് പറയും. അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, എന്താണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് അവരുടെ പ്രാർത്ഥന, എന്താണ് അവരുടെ ആവശ്യം എന്ന് ചോദിക്കും. അപ്പം മലക്കുകൾ പറയും, അള്ളാഹുവെ, അവർ ചോദിക്കുന്നത് നിൻ്റെ തൃപ്തിയും അതുപോലെ നിൻ്റെ സ്വർഗവുമാണ് എന്ന് പറയും. അപ്പോൾ അള്ളാഹു ചോദിക്കും, എൻ്റെ സ്വർഗത്തിനെ പറ്റി ചോദിക്കാൻ അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? അപ്പം മലക്കുകൾ പറയില്ല, സ്വർഗം കണ്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കും മലക്കുകളോട്, ഇനി അവർ സ്വർഗം കണ്ടിരുന്നുവെങ്കിലോ? അപ്പം പറയും, അവർ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ ഇതേ സ്വർഗത്തെക്കുറിച്ച് ഇതിനേക്കാൾ അധികം ചോദിക്കുമായിരുന്നു എന്ന് പറയും. അപ്പം വീണ്ടും അള്ളാഹു ചോദിക്കും, അവർ എന്നിൽ നിന്ന് വല്ലതും കാവൽ ചോദിക്കുന്നുണ്ടോ? മലക്കുകൾ പറയും, അതെ, നിന്റെ കോപത്തെ തൊട്ടും നിന്റെ നരകത്തെ തൊട്ടും അവർ കാവൽ ചോദിക്കുന്നു എന്ന് പറയും. അപ്പം അള്ളാഹു ചോദിക്കുന്നത് എൻ്റെ നരകം അവർ കണ്ടിട്ടുണ്ടോ എന്നാണ്. അപ്പം മലക്കുകൾ പറയും, ഇല്ല, കണ്ടിട്ടില്ല. അപ്പം കണ്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ തവണ നിന്റെ നരകത്തെ തൊട്ട് അവർ കാവൽ ചോദിക്കുമായിരുന്നുവെന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയുമത്രേ. അപ്പം മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു പറയും, മലക്കുകളെ, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, അവർക്ക് എൻ്റെ സ്വർഗം ഞാൻ കൊടുക്കുമെന്നും അതുപോലെ നരകത്തിൽ നിന്ന് അവരെ കാത്തു രക്ഷിക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു എന്ന് അള്ളാഹു തആല എന്തു ചെയ്യും? ഈ പറഞ്ഞ രൂപത്തിൽ മലക്കുകൾക്ക് വാക്ക് കൊടുക്കുമെന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ശരീഅത്തിൻ്റെ വിധികൾ വളരെ കൂടുതലുണ്ട്. അതിനാൽ
പതിവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനായി എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരണേ, ഞാനത് മുറുകെ പിടിച്ച് പതിവാക്കി നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് എപ്പോഴും നിന്റെ നാവ് നനഞ്ഞതായിക്കൊള്ളട്ടെ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യാത്ര പറഞ്ഞപ്പോഴുണ്ടായ അവസാന സംഭാഷണം ഇങ്ങനെയായിരുന്നു. ഞാൻ ചോദിച്ചു, അമലുകളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് നിന്റെ നാവ് നനഞ്ഞതായിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ മരണം വന്നുകൊള്ളട്ടെ. മറ്റൊരു ഹദീസിൽ വരുന്നു, 4 കാര്യങ്ങൾ ഒരുവന് ലഭിക്കുകയാണെങ്കിൽ അവന് ദീനിയും ദുന്യവിയുമായ നന്മകൾ കരസ്ഥമാകുന്നതാ. ഒന്നാമത്തേത് ദിക്റിൽ ജോലിയായിരിക്കുന്ന നാവ്, ശുക്രിൽ ജോലിയായിരിക്കുന്ന ഹൃദയം, കഷ്ടപ്പാട് സഹിക്കുന്ന ശരീരം, തൻ്റെ ശരീരത്തിലും ഭർത്താവിൻ്റെ ധനത്തിലും വഞ്ചന കാണിക്കാത്ത ഭാര്യ. ശരീരത്തിൽ കാണിക്കുന്ന വഞ്ചന ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടലാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നാവ് നനയുക എന്നതിൻ്റെ ഉദ്ദേശം അധികമായി ചെല്ലുക എന്നതാണ് മിക്ക പണ്ഡിതന്മാരും എഴുതിയിട്ടുള്ളത്. ഇതൊരു സാധാരണ ശൈലിയാണ്. നമ്മുടെ ഇടയിലും ആരെങ്കിലും മറ്റൊരാളെ പുകഴ്ത്തുന്നതോ അവൻ്റെ കാര്യം പറഞ്ഞ് ഓർക്കുന്നതോ അധികമാകുമ്പോൾ അവനെപ്പറ്റി വായ്തോരാതെ സംസാരിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. മറ്റൊരു ഹദീസിൽ വരുന്നത് ഇപ്രകാരമാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ലക്ഷണം ദിക്റിനോടുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ലക്ഷണം ദിക്റിനോടുള്ള വെറുപ്പുമാണ്. ഏത് ജനങ്ങളുടെ നാവ് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് എപ്പോഴും നനഞ്ഞും സജീവമായും ഇരിക്കുന്നുവോ അവർ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹസ്രത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബാക്കളോടായി പറയുന്നു, എല്ലാ അമലുകളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠവും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ എല്ലാത്തിനേക്കാൾ കൂടുതൽ പരിശുദ്ധവും നിങ്ങളുടെ സ്ഥാനങ്ങളെ വളരെയധികം ഉയർത്തുന്നതും സ്വർണവും വെള്ളിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതലായി ചിലവാക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠവും നിങ്ങൾ ശത്രുക്കളെ വധിക്കുകയും അവരാൽ നിങ്ങൾ വധിക്കപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സഹാബാക്കൾ പറഞ്ഞു, തീർച്ചയായും നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ ദിക്റാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഓരോ വസ്തുവിനും അതിൻ്റെ അഴുക്കും കീടവും മാറ്റി ശുദ്ധീകരിക്കുന്ന മറ്റൊരു വസ്തു ഉണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണമായി നമ്മുടെ ശരീരവും വസ്ത്രവും അഴുക്ക് പുരണ്ടാൽ സോപ്പ് ഉപയോഗിച്ചാണ് കഴുകാറുള്ളത്. ഇരുമ്പിലെ മാലിന്യം നീക്കുന്നതിന് തീച്ചൂളയാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന വസ്തു അല്ലാഹു തആലയുടെ ദിക്റാണ്. അള്ളാഹുവിൻ്റെ ദിക്റിനേക്കാളും കൂടുതലായി അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതൊന്നുമില്ല. ഈ ഹദീസിൽ ദിക്റിനെ ഹൃദയ ശുദ്ധീകരണത്തിനുള്ള മാർഗമായും കാരണമായും പറഞ്ഞിരിക്കുന്നു. ഇക്കാരണത്താലും അള്ളാഹുവിൻ്റെ ദിക്ർ എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായതാണെന്ന് സ്ഥിരപ്പെടുന്നുണ്ട്. കാരണം ഓരോ ഇബാദത്തും യഥാർത്ഥ ഇബാദത്താവാൻ സാധിക്കുന്നത് ഇഖ്ലാസോട് കൂടിയാവുമ്പോൾ മാത്രമാണ്. ഇതിൻ്റെ അവലംബം ഹൃദയ ശുദ്ധിയാണ്.
ഇതേ കാരണത്താൽ ചില സൂഫിയാക്കൾ ഈ ഹദീസിലെ ദിക്റ് കൊണ്ടുള്ള ഉദ്ദേശം ദിക്റ് കൽബിയാണ്, മനസ്സുകൊണ്ടുള്ള ദിക്റാണ്, നാവ് കൊണ്ടുള്ള ദിക്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയം അല്ലാഹുവുമായി സദാ ബന്ധപ്പെട്ടതാവുക എന്നതാണ് മനസ്സിന്റെ ദിക്റ്. ഈ അവസ്ഥ സർവ്വ ഇബാദത്തുകളേക്കാൾ ശ്രേഷ്ഠമാണെന്നതിന് എന്ത് സംശയമാണുള്ളത്? നാവ് കൊണ്ട് ഘോരഘോരം ദിക്റ് ചൊല്ലുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് അല്പനേരം അള്ളാഹുവിനെ സ്മരിക്കുകയല്ലേ വേണ്ടത്? കാരണം ഈ നിലയിലെത്തുമ്പോൾ ഒരു ഇബാദത്തും വിട്ടുപോകാനേ സാധ്യമല്ല. അവൻ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാല്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കർമ്മങ്ങളിൽ നിന്ന്, നോമ്പിൽ നിന്നോ സക്കാത്തിൽ നിന്നോ മറ്റു പ്രവൃത്തിയിൽ നിന്നോ മാറി നിൽക്കാൻ ഉദ്ദേശിച്ചാൽ പോലും അവനെ ആ ദിക്റ് യഥാസമയം ആ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും. അവൻ നമസ്കരിക്കാതെ കിടന്നുറങ്ങാൻ ഭാവിച്ചാല് അവനെ ഈ ദിക്റിന്റെ കാഠിന്യം കൊണ്ട് സ്വമേധയാ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകും. ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളെല്ലാം മനുഷ്യന്റെ ഹൃദയത്തിന് കീഴ്പ്പെട്ടതാണ്. ശരീരമാണ് എല്ലാത്തിനും വിമുഖത കാണിക്കുന്നത്. അല്ലാഹുമായി അടുത്ത ഹൃദയമാണെങ്കിൽ ആ ശരീരത്തെ ആ ഹൃദയം തന്നെ എഴുന്നേൽപ്പിച്ച് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? ഏത് വസ്തുവിനോട് ഹൃദയം ബന്ധപ്പെടുമോ അതിനെ എല്ലാ അവയവങ്ങളും ബന്ധപ്പെടുന്നതാണ്. അള്ളാഹുവിനോട് കൂടുതൽ പ്രേമമുള്ളവരുടെ അവസ്ഥകളെ കുറിച്ച് അറിയാത്ത ആരാണുള്ളത്? ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് മറ്റനേകം ഹദീസുകളിലും വന്നിട്ടുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഏറ്റവും വലിയ അമൽ എന്താണെന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ശരീഫ് ഓതിയിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്ർ തന്നെയാണ് ഏറ്റവും വലുത്. അള്ളാഹുവിന്റെ ദിക്റിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യവുമില്ല. സാഹിബ് മജാലിസുൽ അബ്റാർ പറയുന്നു, ഈ ഹദീസിൽ സദഖ, ജിഹാദ് മുതലായ എല്ലാ ഇബാദത്തുകളെക്കാളും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ ദിക്റാണ് എന്ന് പറഞ്ഞത് യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്മരണയും ഇബാദത്തുകളെല്ലാം അതിലേക്കുള്ള മാർഗവും ഉപകരണവുമാണ് എന്ന കാരണത്താലാണ്. ദിക്ർ തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് നാവുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് മനസ്സുമായി ബന്ധപ്പെട്ടതും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ദുനിയാവിൽ മാർദ്ദവമായ വിരിപ്പുകളിലിരുന്ന് അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന അനേകം ആളുകളുണ്ട്. ഇക്കാരണത്താൽ അവരെ അല്ലാഹു തആല സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതാണ്. നിന്റെ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലത്ത് നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. നിന്റെ ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കാലത്ത് നിനക്കത് പ്രയോജനപ്പെടുമെന്ന് ഹസ്രത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദാസൻ തൻ്റെ സുഖസന്തോഷ സമ്പന്ന കാലങ്ങളിൽ അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലുകയും പിന്നീട് അയാൾക്ക് വല്ല കഷ്ടമോ ബുദ്ധിമുട്ടോ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ പരിചയമുള്ള ശബ്ദം ബലഹീനനായ ആ ദാസൻ്റേതാണ് എന്ന് പറഞ്ഞ് മലക്കുകൾ അവന് വേണ്ടി അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യുന്നതാണ്. എന്നാൽ ഒരാൾ തൻ്റെ നല്ല കാലത്ത് അള്ളാഹുവിനെ ഓർമ്മിക്കാതിരിക്കുകയും പിന്നീട് അവന് വല്ല വിഷമവും വരികയും അന്നേരം ഓർമ്മിക്കുകയും ചെയ്താൽ എത്ര അപരിചിതമായ ശബ്ദമാണ് എന്ന് മലക്കുകൾ പറയുമത്രേ. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വർഗത്തിൽ 8 വാതിലുകളുണ്ട്. അവയിലൊന്ന് ദാക്കിരീകൾക്ക് മാത്രമുള്ളതാ. അള്ളാഹുവിന് അധികമായി ദിക്ർ ചെയ്യുന്നവർ കപട വിശ്വാസത്തിൽ നിന്ന് മുക്തനാണ് എന്ന് മറ്റൊരു ഹദീസിൽ വരുന്നു. അള്ളാഹു തആല അവനെ സ്നേഹിക്കുന്നു എന്ന് മറ്റൊരു ഹദീസിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്രയിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മുമ്പേ കടന്നുപോയവർ ഇവിടെ? സ്വഹാബാക്കൾ പറഞ്ഞു, വേഗം നടന്ന ചിലർ കടന്നുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ ദിക്റിൽ ആനന്ദത്തോടെ ലയിക്കുകയും
തന്നിമിത്തം മുമ്പേ കടന്നു പോവുകയും ചെയ്യുന്നവർ ഇവിടെ. സ്വർഗീയ സുഖം കൊണ്ട് മനം കുളിർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിൻ്റെ ദിക്ർ കൂടുതലായി ചൊല്ലണേ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ വരുന്നു, അള്ളാഹുവിൻ്റെ ദിക്ർ ചെയ്യുന്നവൻ്റെയും ചെയ്യാതിരിക്കുന്നവൻ്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ്. ഒരാൾക്ക് ജീവനുണ്ട്, മറ്റേയാൾക്ക് ജീവനില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബീ മൂസാ റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ഹദീസ് ഇങ്ങനെ: ഒരാളുടെ പക്കൽ ധാരാളം പണമുണ്ടായിരിക്കുകയും അവൻ അത് വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും മറ്റൊരാൾ അള്ളാഹുവിൻ്റെ ദിക്റിൽ വ്യാപൃതനാവുകയും ചെയ്യുന്നുവെങ്കിൽ ദിക്ർ ചെയ്യുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടി സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളും നിഴലും ചിട്ടപ്പെടുത്തി വെക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരെന്ന് ഒരു ഹദീസിൽ റസൂലുള്ളാഹി അരുളിയിരിക്കുന്നു. അതായത് സമയം തിട്ടപ്പെടുത്തുന്നതിൽ നിഷ്ഠയുള്ളവരാണവർ. ഇക്കാലത്ത് വാച്ച് സുലഭമായതുകൊണ്ട് അതിനെ ആശ്രയിക്കേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു: അള്ളാഹുവിനെ ഓർമ്മിക്കാതെ ദുനിയാവിൽ കഴിഞ്ഞുപോയ സമയമൊഴികെ ഒരു കാര്യത്തെപ്പറ്റിയും സ്വർഗവാസികൾക്ക് സ്വർഗത്തിൽ ചെന്ന ശേഷം ദുഃഖമോ നിരാശയോ തോന്നുകയില്ല. പക്ഷേ അവർക്ക് ഉള്ള വിഷമം, ഞാൻ ഇന്ന സമയത്ത് ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ ഓർത്തില്ലല്ലോ, ഞാൻ ഇന്ന സമയത്ത് ഓർക്കാതെ പോയല്ലോ എന്ന വിഷമം മാത്രമേ അവർക്കുണ്ടാവുകയുള്ളൂ. ഇലാഹി ലാ യതീബുൽ ലൈലു ഇല്ലാ ബി മുനാജാതിക വലാ യതീബുൻ നഹാറു ഇല്ലാ ബി ത്വാഅതിക വലാ തതീബുദ് ദുനിയാ ഇല്ലാ ബി ദിക്രിക വലാ തതീബുൽ ആഖിറതു ഇല്ലാ ബി അഫ്വിക വലാ തതീബുൽ ജന്നത്തു ഇല്ലാ ബി റുയതിക എന്ന് യഹ്യ ബിൻ മുആദ് റാസി റളിയല്ലാഹു അൻഹു തൻ്റെ മുനാജാത്തിൽ പറയുമായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ രക്ഷിതാവേ, നിന്നോട് മുനാജാത്തില്ലാതെ അല്ലെങ്കിൽ രഹസ്യമായി സങ്കടം പറയാതെ രാത്രി എനിക്ക് നന്നായി തോന്നുന്നില്ല റബ്ബേ. നിന്റെ ആരാധനയില്ലാതെ പകലും എനിക്ക് ആനന്ദമല്ല. നിന്റെ ദിക്റില്ലാത്ത ദുനിയാവും നന്നായി തോന്നുന്നില്ല. നിന്റെ മാപ്പില്ലാത്ത ആഖിറവും എനിക്ക് നന്നായി തോന്നുന്നില്ല. നിന്റെ ദർശനമില്ലാതെ സ്വർഗവും രസകരമല്ല. സിരി സിക്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ജുർജാനി റളിയല്ലാഹു അൻഹു വറുത്ത മാവ് നുണഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ഇത് വറുത്ത മാവായി തന്നെ നുണഞ്ഞിറക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, റൊട്ടി ചമയ്ക്കുന്നതിനും മാവ് നുണയുന്നതിനും വേണ്ട സമയം ഞാൻ കണക്കാക്കി നോക്കി. 70 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയാൻ സാധിക്കുന്നത്ര അധിക സമയം ചവക്കുന്നതിന് ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് 40 വർഷമായി റൊട്ടി തിന്നൽ ഉപേക്ഷിച്ച് മാവ് നുണഞ്ഞിറങ്ങി കഴിയുകയാണ്. മൻസൂർ ബിൻ മുഅ്തമർ റളിയല്ലാഹു അൻഹു 40 വർഷം വരെ ഇശാക്ക് ശേഷം ആരോടും സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബീബിനു ഹൈസം റളിയല്ലാഹു അൻഹു 20 വർഷം വരെ സംസാരിക്കുന്നതെല്ലാം ഒരു കടലാസിൽ എഴുതി വെക്കുകയും ഇത്ര കാര്യം വേണ്ടതും എത്ര കാര്യം വേണ്ടാത്തതുമായിരുന്നു എന്ന് സ്വന്തം മനസ്സിനോട് രാത്രിയിൽ ഹിസാബ് ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് അദ്ദേഹത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മെ ദാക്കിര്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.